ഞാനിപ്പോൾ അടുത്ത ദിവസം 2 മൺചട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഉണ്ടായിരുന്ന ചട്ടി കുറച്ച് ചെറുതാണ്. അപ്പോൾ അതിൽ കറിയൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു വലിയ ചട്ടി വേണമെന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ അത്ര ഓവർ വലുതൊന്നുമല്ല, എന്നാലും എനിക്ക് ഉപയോഗിക്കാൻ ഇത് നല്ല പാകമാണ്. അപ്പോൾ ഞാനങ്ങനെ 2 ചട്ടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊരു ചട്ടി ഞാൻ ഇങ്ങനെ കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് തിളപ്പിച്ച് മയക്കി എടുത്തതാണ്. അപ്പോൾ അതിലാണ് കേട്ടോ ഞാൻ ചിക്കൻ കറി വെക്കുന്നത്. അടുക്കളയിലേക്ക് ഇങ്ങനെ പുതിയ പാത്രങ്ങളൊക്കെ വാങ്ങാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ വാങ്ങിയിട്ടുണ്ട് വെച്ചെങ്കിൽ അതിൽ വേഗം തന്നെ എനിക്ക് ട്രൈ ചെയ്ത് നോക്കണം, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ പണ്ടൊന്നും ഇങ്ങനെ ആയിരുന്നില്ല. ഇങ്ങനെ ഒരു സംഭവിക്കുക അമ്മയൊക്കെ ഇങ്ങനെ വാങ്ങുമ്പോൾ ഞാൻ വിചാരിക്കും എന്തിനിപ്പോൾ ഇത് അടുക്കളയിലേക്ക് ഇത്ര അധികം പാത്രമൊക്കെ വാങ്ങിക്കൂട്ടണത് എന്ന്. ഇപ്പോൾ എനിക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. ഇപ്പം ഞാനിങ്ങനെ ഷോപ്പിംഗ് മോളിലൊക്കെ പോകുമ്പോൾ എനിക്കിങ്ങനെ നല്ല നല്ല പാത്രങ്ങളൊക്കെ കാണുമ്പോൾ നല്ല എടുക്കാനുള്ള അങ്ങനെ ഒരു ടെൻഡൻസി വരും കേട്ടോ. പിന്നെ ഞാൻ ഇന്നെ തന്നെ കൺട്രോൾ ചെയ്യും, ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതിയെന്ന് ഞാൻ തന്നെ ഇങ്ങനെ വിചാരിക്കും. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച് ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ നന്നായി വാടി വന്നതിന് ശേഷം പിന്നെ ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല അങ്ങനത്തെ പൊടികളൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ ചിക്കൻ ഇട്ടിട്ടുണ്ട്. ചിക്കൻ ഇട്ടിട്ട് നന്നായി ഇളക്കിയിട്ട് ഞാൻ അടച്ച് വെക്കുകയാണ്. പിന്നെ ഞാൻ തക്കാളി പേസ്റ്റ് ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ തക്കാളി അരച്ചെടുത്ത പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ ചിക്കൻ കറി വെക്കുമ്പോഴേക്ക് കുറച്ച് ഗ്രേവി വേണമായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഭയങ്കര വലിയ ഗ്ലാസ് ഒന്നുമല്ല, ചെറിയ ഗ്ലാസ്സാണ്. അതിൽ ഞാൻ ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. കുറച്ച് നേരം ഞാൻ ശ്രദ്ധിക്കാതിരുന്നുണ്ട് വെച്ചെങ്കിൽ പിന്നെ ഇതാണ് കേട്ടോ വീടിൻ്റെ അവസ്ഥ. അപ്പോൾ സിയമോള് എല്ലാതും വലിച്ച് വാരിയിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ അവൾക്ക് പാല് കുടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ കളഞ്ഞ അപ്പം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അവിടെ എന്തോ പണി ചെയ്യണ കാരണം ഞാൻ വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാനിത് കാണുന്നത്. അപ്പം കഴിക്കും അത് അങ്ങ് ഉണങ്ങി പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ കറി വെക്കൽ എന്തായാലും കഴിയട്ടെ, അതിൻ്റെ ശേഷം വന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അങ്ങനെ വെച്ചു കേട്ടോ. ആരിൻ്റെ അടുത്ത് ടോയ്സൊക്കെ എടുത്ത് വെക്കാൻ പറഞ്ഞപ്പോൾ അവൻ അതൊക്കെ എടുത്ത് വെച്ചിട്ടോ. പിന്നെ ഞാൻ ആ ഹാളൊന്ന് മൊത്തം തുടച്ചെടുത്തു. അപ്പോൾ അത് നല്ല വൃത്തിയായിട്ട് കിടക്കുന്നുണ്ട്. ഇനി എപ്പോഴാണ് അവ ഒക്കെ തലതിരിച്ചിടുക. ഇതിൻ്റെ ഇടയിൽ ഞാൻ ചിക്കൻ കറി വന്നിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നത് നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ കറിയൊക്കെ വറ്റി കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അത് അടുപ്പത്തു നിന്ന് എടുത്ത് മാറ്റുകയാണ് കേട്ടോ. ലാസ്റ്റ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ രാത്രിക്ക് കഴിക്കാൻ ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കിയതിൻ്റെ കുറച്ചിരിക്കുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ആരെയും കാലത്ത് ഇഡ്ഡലിയാണ് കൊടുത്തയച്ചത്. പിന്നെ ഞാനും സിയമോളും കൂടിയിട്ട് ഞങ്ങൾക്ക് ഇവിടെ അടുത്തൊരു സദ്യ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ചോറ് വെച്ചില്ല. പിന്നെ അത് വെച്ചിട്ടുണ്ട് വെച്ചെങ്കിൽ ഒക്കെ ബാക്കിയാവും. അപ്പോൾ രാത്രിക്ക് ഞാൻ ചോറ് വെച്ചില്ല. ദോശയ്ക്ക് ഇഡ്ഡലിക്ക് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതായിട്ട് തന്നെ ഞാൻ ദോശ ചുട്ടെടുത്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ആരും ദോശ മതി എന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ കറി വെച്ച ചട്ടി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ കറിയൊക്കെ മാറ്റി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് അതിൽ തന്നെ കഴിക്കാൻ തോന്നി. അതിലത്തെ മസാലയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ ഞാൻ അതിൽ തന്നെ കഴിച്ചു കേട്ടോ. പിന്നെ അത് പിറ്റേ ദിവസം കാലത്ത് ഞാൻ ഇന്നലെ വൈകിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രസ്സ് ഉണക്കാടാൻ വേണ്ടിയിട്ട് മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കാലത്ത് അത് എൻ്റെ അടുക്കളയത്തെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം വന്നിട്ട് അത് തോരയിടുകയാണ്. ഇനിയിപ്പോൾ എനിക്കത് ചെറിയ മണം ഉണ്ടാകുമെന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഉണക്കിയിട്ട് ഇങ്ങനെ നമ്മൾ ഡ്രയറിലിട്ടെടുത്ത് ബക്കറ്റിലേക്ക് വെച്ച കാരണം അങ്ങനെ ഉണ്ടായില്ല കേട്ടോ. പിന്നെ ഞാൻ കാർപ്പറ്റ് കഴുകിയിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് മതിൽമട്ടിട്ട് കംപ്ലീറ്റ് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ചില ഭാഗം കൂടി ഉണങ്ങണ്ടായിരുന്നു. അപ്പോൾ ഞാനത് മേലെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അത് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് അകത്തേക്ക് എടുത്ത് വയ്ക്കുകയാണ്. മേലെ പോയിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് വന്നപ്പോഴേക്കും ആരും കുളിയൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് നേരം ഇങ്ങനെ കിടക്കാൻ തോന്നി. സിയമോള് നല്ല ഉറക്കമാണ്. അപ്പോൾ ഞാനിങ്ങനെ സിയമോളെ എണീപ്പിക്കും വേണം. അപ്പോൾ ഞാൻ ഒരു 5 മിനിറ്റ് അവിടെ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. ഞാൻ പിന്നെ അധികം നേരമൊന്നും കിടന്നില്ല കേട്ടോ. കിടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എണീക്കാൻ തോന്നില്ല. അപ്പോൾ തന്നെ ഞാൻ സിയമോളെ വിളിച്ചുണർത്തി. പിന്നെ എന്താ സിയമോളെ കുളിപ്പിച്ചിട്ട് കൊടുത്തിരിക്കുക കേട്ടോ. അപ്പോൾ സിയമോൾക്ക് തല ചിന്തി കൊടുക്കുമ്പോൾ ഈ ചീർപ്പ് വേണ്ട, വേറെ ചീർപ്പ് മതി എന്ന് പറഞ്ഞിട്ട് അവൾ എന്നെ എടുത്തു കൊടുന്നില്ല കേട്ടാക്കി ചിന്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ടോ. അപ്പോൾ അതേ പുറത്ത് പോയപ്പോൾ ഡ്രസ്സ് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഇടയിൽ കൂടെ സ്റ്റാൻഡൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ഇടയിൽ കൂടെ കേട്ടോ സിയമോളി കയറി നടക്കുന്നത്. പിന്നെ അവിടെ നിന്നൊരു ഡ്രസ്സ് അവളേനൊക്കെ ഒന്ന് ഇടിച്ച് നോക്കി എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ആ ഡ്രസ്സ് സിയമോൾക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ അവിടെ കുറേ സോഫ്റ്റ് ടോയ്സ് ഉണ്ടല്ലോ, അതിരിക്കുന്നത് കണ്ടപ്പോൾ അതൊക്കെ എടുത്തിട്ട് കളിച്ച് നോക്കുകയാണ്. പക്ഷെ നല്ല കുട്ടിയാട്ടോ. അതൊന്നും അവിടെ തന്നെ തിരിച്ചു വെച്ചോ എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ അവിടെ തന്നെ തിരിച്ചു വെച്ചു കേട്ടോ. അവൾ അത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുക അങ്ങനെയൊന്നും ചെയ്തില്ല.
ഒക്കെ അവിടെ തന്നെ വെക്കി. ആനേനെ എടുത്തേക്ക്, ആനേനെ അങ്ങോട്ട് വെക്കി. അവിടെ വെച്ചോളാം. ഇനി വരും, നമുക്ക് പോവാ. വാ. പുറത്ത് പോയി വന്നപ്പോഴേക്കും ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ ഇരിക്കാനൊന്നും നിന്നില്ല കേട്ടോ. ഞങ്ങൾ സിയമോൾക്ക് ഭക്ഷണം കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഞാനും ഭക്ഷണം കഴിച്ചു. പിന്നെ ആര്യനും ഇവിടെ നിർത്തിപ്പോയ കാരണം ആര്യ അമ്മയുടെ കൂടെ ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതാ തേങ്ങ വെളിച്ചെണ്ണ ആട്ടാൻ വേണ്ടിയിട്ട് ഞാൻ തേങ്ങ പൊളിക്കാമെന്ന് ഇന്ന് കാലത്ത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നടന്നില്ലല്ലോ. അപ്പോൾ ഞാൻ വൈകുന്നേരം തന്നെ അത് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് 2 മക്കളും എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്നെ തേങ്ങ പൊളിക്കുന്നതിനനുസരിച്ചിട്ട് ഞാൻ ചാക്കിലേക്ക് ഇങ്ങനെ എണ്ണി വെക്കുന്നുണ്ട് കേട്ടോ. എത്ര തേങ്ങ ഉണ്ട് എന്നൊരു ഐഡിയ കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ട്. സിയമോള് ഞാൻ അവിടെ പൊളിച്ചിട്ടുള്ള തേങ്ങയൊക്കെ എടുത്ത് കൊടുത്തിട്ട് എനിക്ക് ചാക്കിലിട്ട് തരുന്നുണ്ട് കേട്ടോ. ആരും ചകിരിയൊക്കെ ചാക്കിലാക്കിയിട്ട് മേലെ എന്നെ ടെറസിൻ്റെ മേലെ കൊണ്ടുവയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവ അത് ചാക്കിലാക്കിയിട്ട് കൊണ്ടുവയ്ക്കുകയാണ് കേട്ടോ. അത് ഇങ്ങനെ കുറച്ചേശാണ് ചെയ്യണത്. എല്ലാം കൂടിയിട്ട് ഒരുമിച്ചല്ല ചെയ്യണത്. ഞാനിങ്ങനെ തേങ്ങ പൊളിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ എല്ലാ ഇങ്ങനെ വൃത്തിയാക്കണ കാര്യങ്ങളും ഒപ്പം ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല കേട്ടോ. Yes. No. Yeah.